ഹായ്, ഇറ്റ്സ് മീ നന്ദ. ഞാനൊരു പ്രാക്ടീസിങ് ആർക്കിടെക്റ്റ് ആണ്. തിങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫാക്കൽറ്റി കൂടെയാണ്. BArch അഥവാ ബാച്ചിലർ ഓഫ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. 5 years ആണ് ഈ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ. ക്രിയേറ്റിവിറ്റിയും ടെക്നിക്കൽ നോളജും കമ്പൈൻ ചെയ്ത് എങ്ങനെ ഒരു ബിൽഡിങ്ങിനെ സ്ക്രാച്ച് മുതൽ കംപ്ലീഷൻ വരെ ഡിസൈൻ ചെയ്യാം, എക്സിക്യൂട്ട് ചെയ്യാം എന്ന് പഠിപ്പിക്കുന്ന കോഴ്സാണ് ആർക്കിടെക്ചർ. ഇന്ത്യയിൽ ആർക്കിടെക്ചറിൻ്റെ പ്രാക്ടീസ് റെഗുലേറ്റ് ചെയ്യുന്നത് COA അഥവാ കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ ആണ്. കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ എല്ലാ വർഷവും നാറ്റ എന്ന പേരിൽ നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഫോർ ആർക്കിടെക്ചർ കണ്ടക്ട് ചെയ്യും. നാറ്റ സ്കോറിന്റെ ബേസിസിലാണ് മിക്ക ആർക്കിടെക്ചർ കോളേജസും അഡ്മിഷൻസ് നടത്തുന്നത്. കേരളത്തിൽ ആർക്കിടെക്ചർ പഠിക്കാൻ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. KEAM അഥവാ കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ആൻഡ് മെഡിക്കൽ എൻട്രൻസ് വഴിയാണ് കേരളത്തിലെ സ്റ്റേറ്റ് ലെവൽ ആർക്കിടെക്ചർ കോളേജസിലേക്കുള്ള അഡ്മിഷൻ നടക്കുന്നത്. എന്നാൽ KEAM വഴി ആർക്കിടെക്ചറിന് അഡ്മിഷൻ നേടാൻ മെയിനായി 2 എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണുള്ളത്. ഒന്ന്, നിങ്ങൾ നാറ്റ ക്വാളിഫൈ ആയിരിക്കണം. 2, 12th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിച്ചിരിക്കണം വിത്ത് മിനിമം 50% അഗ്രിഗേറ്റ്. നിങ്ങൾ ഡിപ്ലോമ ആണ് പഠിച്ചതെങ്കിൽ മാത്സ് കമ്പൽസറി ആണ്. മിനിമം 50% അഗ്രിഗേറ്റും നേടിയിരിക്കണം. KEAMന്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ മാർച്ച്-ഏപ്രിൽ മാസങ്ങളിലാണ് നടക്കാറ്. ജൂണിലാണ് നിങ്ങൾ നാറ്റ സ്കോർ സബ്മിറ്റ് ചെയ്യേണ്ടത്. KEAM ആർക്കിടെക്ചറിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് ജൂലൈ മാസത്തിലാണ്. ഓപ്ഷൻ രജിസ്ട്രേഷൻ അഥവാ നിങ്ങളുടെ കോളേജ് പ്രിഫറൻസ് നൽകേണ്ടത് ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലാണ്. KEAM BArchന് എൻട്രൻസ് എക്സാം ഇല്ല, പക്ഷേ നിങ്ങൾ CEEയുടെ വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. KEAM BArchന് എക്സാം ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ എന്ത് ബേസിസിലാണ് ആർക്കിടെക്ചറിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്? അവിടെയാണ് നമ്മുടെ ഇൻഡെക്സ് സ്കോർ എന്ന് പറയുന്ന ഫാക്ടർ വരുന്നത്. എന്താണ് ഈ ഇൻഡെക്സ് സ്കോർ? നിങ്ങളുടെ നാറ്റ സ്കോറും 12th സ്റ്റാൻഡേർഡിലെ പെർസെൻറ്റേജും കമ്പൈൻ ചെയ്ത് ടോട്ടൽ 400ലാണ് ഇൻഡെക്സ് സ്കോർ വരുന്നത്. ഇനി ഇൻഡെക്സ് സ്കോർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നിങ്ങളുടെ 12th പെർസെൻറ്റേജിനെ 200ലേക്ക് കൺവേർട്ട് ചെയ്ത് അതിനെ നാറ്റ സ്കോറുമായി ആഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇൻഡെക്സ് സ്കോർ കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ, 2023 KEAM BArch ഫസ്റ്റ് റാങ്ക് കിട്ടിയ ഷന ജാസ്മിൻ. നമുക്ക് ഷനയുടെ ഇൻഡെക്സ് സ്കോർ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഷനയ്ക്ക് 12th സ്റ്റാൻഡേർഡിൽ 99% ആണ് കിട്ടിയത്. ആൻഡ് നാറ്റയ്ക്ക് 150 ആണ്. 99നെ 200ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 198. സോ 198 പ്ലസ് 150 348 ആണ് ഷനയുടെ ഇൻഡെക്സ് സ്കോർ. ഇനി നമുക്കൊരു കമ്പാരിസൺ നോക്കാം. ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത് 2 സ്റ്റുഡൻസിൻ്റെ ഇൻഡെക്സ് സ്കോർ ഡീറ്റെയിൽസ് ആണ്. 80% കിട്ടിയ സ്റ്റുഡൻറ്റിനും 99% കിട്ടിയ സ്റ്റുഡൻറ്റിനും ഒരേ ഇൻഡെക്സ് സ്കോർ ആണ്. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. നന്നായി നാറ്റയിൽ സ്കോർ ചെയ്താൽ നല്ലൊരു ഇൻഡെക്സ് സ്കോർ അച്ചീവ് ചെയ്യാൻ പറ്റും. KEAM BArch വഴി 30 കോളേജസിലേക്കാണ് അലോട്ട്മെന്റ് നടക്കുന്നത്. അതിൽ 3 ഗവൺമെന്റ് കോളേജസ്, ഒരു എയ്ഡഡ് കോളേജ്, ബാക്കിയെല്ലാം സെൽഫ് ഫിനാൻസിങ് കോളേജസ് ആണ്. ഗവൺമെന്റ് കോളേജസ് ആയ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കോട്ടയം, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശൂർ, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം എന്നീ കോളേജസിൽ 40 സീറ്റ് വീതമാണ് ഉള്ളത്. എയ്ഡഡ് കോളേജായ TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊല്ലം 80 സീറ്റ്സ് ആണ് ആർക്കിടെക്ചറിന് അവൈലബിൾ. ബാക്കി സീറ്റ്സ് എല്ലാം പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജസിലെ മെറിറ്റ് സീറ്റ്സ് ആയാണ് അലോട്ട് ചെയ്യുന്നത്. ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ എൻട്രൻസ് കോച്ചിങ് ആണ് തിങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ പ്രൊവൈഡ് ചെയ്യുന്നത്. റെഗുലർ, റിപ്പീറ്റർ, വീക്കെൻഡ് ആൻഡ് ക്രാഷ് ബാച്ചസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ബോത്ത് ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ മോഡ്സ് ഓഫ് ക്ലാസ്സസ് ഉണ്ട്. ഓഫ്ലൈൻ സെന്റേഴ്സ് ട്രിവാൻഡ്രം, എറണാകുളം, തൃശൂർ, കോട്ടക്കൽ ആൻഡ് കാലിക്കറ്റിലാണുള്ളത്. കൂടുതൽ വിവരങ്ങൾക്കായി 8086111933 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. ഇപ്പൊ KEAM BArchനെ പറ്റി ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ. ഇതുപോലെ ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ റിലേറ്റഡ് കോണ്ടന്റിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. This is Architect Nanda signing off. See you guys in another video.